1 അധ്യായം 1. ഫിലിപ്പിന്റെ പുത്രനും മക്കദോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തീം ദേശത്തു നിന്ന് വന്ന് പേർഷ്യക്കാരുടെയും മെദിയക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണമേറ്റെടുത്തു. അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവന് സാമന്തരായി. അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തൻ്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് താൻ മരിക്കുന്നതിന് മുൻപ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു. 12 വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി. അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. അവരുടെ വംശത്തിൽപ്പെട്ട അന്തിയോക്കസ് രാജാവിൻ്റെ പുത്രനായി തിന്മയുടെ വേരായ അന്തിയോക്കസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ 137 വർഷം ഭരണമേൽക്കുന്നതിന് മുൻപ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം. കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്കിഷ്ടപ്പെട്ടു. കുറെ ആളുകൾ താൽപ്പര്യപൂർവ്വം രാജാവിൻ്റെ അടുക്കിലെത്തി. വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി. അവർ ജെറുസലമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായികാഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിൻ്റെ അടയാളങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. രാജ്യം തൻ്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിൻ്റെ കൂടി രാജാവാകാൻ അന്തിയോക്കസ് തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവൻ്റെ മോഹം. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽപ്പടയുമടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി. വളരെ പേർ മുറിവേറ്റു വീണു. ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143 ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്തിയോക്കസ് മടങ്ങി. ഇസ്രായേലിനെതിരെ ശക്തമായൊരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറൂസലമിലെത്തി. അവൻ ഔദ്ധത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണ ധൂപകലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു. അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി. ഒളിച്ചു വച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ ഏറെ രക്തം ചൊരിഞ്ഞു. അവൻ്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റുനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു. ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോദനമുയർന്നു. യുവതീയുവാക്കന്മാർ തളർന്ന് അവശരായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു.
മണവാളൻ വിലപിച്ചു, മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറപൂണ്ടു. യാക്കോബിൻ്റെ ഭവനം ലജ്ജാവൃതമായി. 2 വർഷങ്ങൾക്ക് ശേഷം രാജാവ് തൻ്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂദാ നഗരങ്ങളിലേക്ക് അയച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജെറൂസലമിലെത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ നഗരം കൊള്ളയടിച്ചു, അതിനെ അഗ്നിക്കിരയാക്കി, അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു. അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി കന്നുകാലികളെ കവർച്ച ചെയ്തു. ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത് ദാവീദിന്റെ നഗരത്തെ അവർ സുശക്തമാക്കി. അത് അവരുടെ സങ്കേതമായി തീർന്നു. ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു. അവർ അവിടെ നിലയുറപ്പിച്ചു. അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജെറൂസലമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു. അങ്ങനെ അവർ ഒരു കെണിയായി. അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കുവാനുള്ള ഒളിസ്ഥലമായി മാറി. ഇസ്രായേലിനെ നിരന്തരം അലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയും. വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറൂസലം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി. തിരുനാളുകൾ വിലാപദിനങ്ങളായി മാറി. സാബത്തുകൾ പരിഹാസ വിഷയമായി. അവളുടെ കീർത്തി അപമാനിക്കപ്പെട്ടു. അപകീർത്തി മുൻമഹത്വത്തിനൊപ്പം അവളെ ചുറ്റി നിന്നു. അവളുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറി. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് പോലും വളരെ പേർ അവൻ്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയും സാബത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. രാജാവ് ജെറൂസലമിലേക്കും യൂദാ നഗരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകൾ അയച്ചു. സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു. വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം. ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. എല്ലാ ജനങ്ങളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു. യൂദായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് ഇത് ഇടയാക്കി. 145 വർഷത്തിൽ കിസ്ലേവ് മാസം 15 ദിവസം ദഹന ബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിൻ്റെ മ്ലേച്ഛവസ്തു പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള യൂദാ നഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപമർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വെക്കുകയോ നിയമത്തോട്
കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസനപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു. ദഹന ബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിൻ്റെ 25-ാം ദിവസം അവർ ബലിയർപ്പിച്ചു. പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിപതിച്ചു. മക്കബായർ അധ്യായം 2. ശിമെയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും യോവാറിബ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്യാസ് ജെറൂസലമിൽ നിന്ന് മൊദയിനിലേക്ക് മാറി താമസിച്ചു. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഗദ്ദി എന്ന യോഹന്നാൻ, താസി എന്ന ശിമെയോൻ, മക്കബെയൂസ് എന്ന യൂദാസ്, അവരാൻ എന്ന എലയാസർ, ആഫൂസ് എന്ന ജോനാഥാൻ. യൂദായിലും ജെറൂസലമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്യാസ് വിലപിച്ചു. കഷ്ടം, ഞാൻ എന്തിന് ജനിച്ചു? എൻ്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെ ഇരിക്കാനോ? അവളുടെ ദേവാലയം മഹത്വമറ്റവനെ പോലെ ആയിരിക്കുന്നു. അവളുടെ വിശിഷ്ട പാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വച്ച് വധിക്കപ്പെട്ടു. യുവാക്കൾ ശത്രുക്കളുടെ വാളിന് ഇരയായി. അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏത് രാജ്യമുണ്ട്? അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല, അടിമയാണ്. നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതിയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു. നാം ഇനി എന്തിനു ജീവിക്കുന്നു? മത്താത്യാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു. ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മൊദയിൻ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്ത് ചെന്നു. മത്താത്യാസും പുത്രന്മാരും അവിടെ ഒരുമിച്ചുകൂടി. രാജസേവകർ മത്താത്യാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതീയരും യൂദായിലെ ജനങ്ങളും ജെറൂസലമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാകുകയും ചെയ്യും. എന്നാൽ മത്താത്യാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല.
രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കയില്ല. മത്താത്യാസ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മൊദയിനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു. അത് കണ്ട് മത്താത്യാസ് തീഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. ധാർമ്മിക രോഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിരത്തി. സാലുവിൻ്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ അവൻ ജ്വലിച്ചു. മത്താത്യാസ് സ്വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്ത് വരുവിൻ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടിപ്പോയി. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവീദിന്റെ നഗരമായ ജെറുസലമിലെ ഭടന്മാർക്കും വിവരം കിട്ടി. വളരെ പേർ അവരെ അനുധാവനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങളൊരുക്കി. അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തു വന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല. രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാബത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്ക് നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ. അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാബത്ത് ദിവസം അവരെ ആക്രമിച്ചു. 1000-ഓളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടൊപ്പം മരണമടഞ്ഞു. ഇതറിഞ്ഞ് മത്താത്യാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു, സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസിദേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിനു വേണ്ടി സ്വമനസ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ. ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതിയരുടെ അടുക്കൽ അഭയം തേടി. മത്താത്യാസും കൂട്ടരും ചുറ്റി നടന്ന് ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ അപരിച്ഛേദിതരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിച്ഛേദനം ചെയ്തു. ധിക്കാരികളെ അവർ വേട്ടയാടി. അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല. മത്താത്യാസിന്റെ മരണം അടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്നയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിൻ്റെയും നാശത്തിൻ്റെയും നാളുകളാണ് ഇത്. അതിനാൽ
എൻ്റെ മക്കളെ, നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനെഹാസ് തീഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിന് ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലിബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വതാവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു, അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ, അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബേയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ, നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. 146 വർഷം അവൻ മരിച്ചു. മദയിനിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖമാചരിച്ചു. മക്കവായർ അധ്യായം 3. മത്താത്യാസിന്റെ പുത്രൻ മക്കബേയൂസ് എന്ന യൂദാസ് നേതൃത്വമേറ്റെടുത്തു. സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിനു വേണ്ടി പോരാടി. അവൻ സ്വജനത്തിന്റെ കീർത്തി പരത്തി. മല്ലനെ പോലെ മാർക്കവചം ധരിച്ചു. ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു. വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെപ്പോലെ ആയിരുന്നു, ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെപ്പോലെ. അധർമ്മികളെ അവൻ തിരഞ്ഞുപിടിച്ചു, ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി. ദുർമാർഗികൾ ഭയന്ന് പിന്മാറി, ദുർവൃത്തർ പരിഭ്രാന്തരായി. അവൻ്റെ കീഴിൽ വിമോചനത്തിൻ്റെ മാർഗം തെളിഞ്ഞു. പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു. എന്നാൽ യാക്കോബ് അവൻ്റെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായി. അവൻ്റെ സ്മരണ എന്നെന്നും അനുഗ്രഹീതമാണ്. യൂദായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു. ദൈവനിഷേധകരെ ഉന്മൂലനം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് ക്രോധമകറ്റി. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ്റെ കീർത്തി വ്യാപിച്ചു. നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ച് കൂട്ടി. അപ്പൊളോണിയൂസ് വിജാതീയരെയും സമറിയയിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ്
അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ച് വധിച്ചു. വളരെ പേർ മുറിവേറ്റു വീണു, ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു. അപ്പൊളോണിയൂസിൻ്റെ വാൾ യൂദാസ് കൈക്കലാക്കി മരണം വരെ അത് യുദ്ധത്തിന് ഉപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരിക്കുന്നുവെന്ന് കേട്ട് സിറിയ സൈന്യത്തിൻ്റെ അധിപനായ സറോൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും. രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു. അവൻ ബെത്ഹോറോൺ ചുരത്തോടടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടുകൂടി അവനെതിരെ ചെന്നു. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്ര ബൃഹത്തും ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചുപേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്നൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവ്വം നമുക്കെതിരെ വരുന്നു. നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ്. കർത്താവ് തന്നെ നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലം പരിശാക്കും. നിങ്ങളവരെ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞിട്ട് അവൻ മിന്നലാക്രമണം നടത്തി. സറോനും സൈന്യവും പരാജയപ്പെട്ടു. അവൻ അവരെ ബെത്ഹോറോൺ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു. ശത്രുക്കളിൽ 800 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഫിലിസ്തീയരുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു. അന്നു മുതൽ യൂദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു. ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായി. അവൻ്റെ കീർത്തി രാജസന്നിധിയിലെത്തി. യൂദാസിൻ്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാര വിഷയമായി. വിവരങ്ങൾ അറിഞ്ഞ അന്ത്യോക്കസ് രാജാവ് കോപാക്രാന്തനായി. അവൻ രാജ്യമൊട്ടാകെ ഉണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി. അതൊരു സുശക്തമായ സേനയായിരുന്നു. അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് 1 വർഷത്തെ ശമ്പളം നൽകുകയും ഏത് പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. താമസമന്യേ ഭണ്ഡാരം ശൂന്യമായി എന്നും പുരാതന കാലം മുതലേ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞതുമൂലം നാട്ടിലുളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിൻ്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും അവൻ മനസ്സിലാക്കി. ഇനി മുതൽ സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരെക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കില്ലെന്ന് അവൻ ഭയപ്പെട്ടു. അസ്വസ്ഥനായ അവൻ പേർഷ്യയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു. പ്രഗത്ഭനും രാജവംശജനുമായ ലിസിയാസിനെ യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിൻ്റെ അതിർത്തി വരെയുള്ള പ്രദേശത്തെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു. മടങ്ങി വരുന്നതുവരെ അവൻ്റെ മകൻ അന്ത്യോക്കസിനെ സംരക്ഷിക്കാനും ലിസിയാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി. യൂദായിലെയും ജെറുസലമിലെയും നിവാസികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇതായിരുന്നു: സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലമിൽ അവശേഷിച്ചവരെയും നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക. അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിദേശീയരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക. പകുതി സൈന്യവുമായി 147 വർഷം രാജാവ് തലസ്ഥാനമായ അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ മുന്നേറി. രാജാവിൻ്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ദോറിമേനസിൻ്റെ പുത്രൻ ടോളമി, നിക്കാനോർ, ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു. അവരെ രാജകൽപ്പന പ്രകാരം യൂദാദേശം നശിപ്പിക്കാൻ
40,000 പേരുടെ കാലാൾപ്പടയോടും 7,000 പേരുടെ കുതിരപ്പടയോടും കൂടി അങ്ങോട്ടയച്ചു. അവർ സൈന്യം മുഴുവനോടും കൂടി പുറപ്പെട്ടു. എമ്മാവൂസിന് സമീപമുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു. ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് കേട്ട് ഇസ്രായേല്യരെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു. സിറിയയിലും ഫിലിസ്തീയരുടെ നാട്ടിലും നിന്നുള്ള സൈന്യങ്ങളും അവരോടുകൂടെ ചേർന്നു. ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രു സൈന്യം രാജ്യത്ത് പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു. ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെക്കുറിച്ചും അവർ കേട്ടു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം. ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം. യുദ്ധത്തിന് തയ്യാറാകാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു. ജെറൂസലം മരുഭൂമി പോലെ വിജനമായി കിടന്നു. അവരുടെ മക്കളിലാരും അകത്തു കടക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്നില്ല. വിശുദ്ധ സ്ഥലം ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു. വിജാതീയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു. യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറഞ്ഞു. കുഴലും വീണയും നിശബ്ദമായിരിക്കുന്നു. അവർ ഒരുമിച്ച് ജെറുസലമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി. അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. കാര്യങ്ങളറിയാൻ വിജാതിയർ ദേവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നതുപോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസീരിയരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരെ ഞങ്ങളെന്ത് ചെയ്യും? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു. അപമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വിജാതിയർ ഒത്തുചേരുന്നു. അവരുടെ ഗൂഢാലോചനകൾ അങ്ങറിയുന്നുവല്ലോ. അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചേർത്ത് നിൽക്കാൻ ഞങ്ങൾക്കെങ്ങനെ കഴിയും? അനന്തരം അവർ കാഹളമൂതി വലിയൊരു നിലവിളി ഉയർന്നു. തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു. 1000, 100, 50, 10 ഇങ്ങനെ വേർതിരിച്ച വിവിധ വ്യൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു. വീട് പണിയുന്നവരോ വിവാഹ വാഗ്ദാനം ചെയ്തവരോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ ഭീരുക്കളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു. അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമ്മാവൂസിൻ്റെ തെക്ക് ഭാഗത്തെത്തി പാളയമടിച്ചു. യൂദാസ് പറഞ്ഞു, അരമുറുക്കി ധീരരായി നിൽക്കുവിൻ. നമ്മെയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതീയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ. നമ്മുടെ ജനത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നല്ലത്. ദൈവഹിതം നിറവേറട്ടെ. The first book of Maccabees, chapter 1. After Alexander the Macedonian, Philip's son, who came from the land of Kittim, had defeated Darius, king of the Persians and Medes, he became king in his place, having first ruled in Greece. He fought many campaigns, captured fortresses, and put kings to death. He advanced to the ends of the earth, gathering plunder from many nations. The earth fell silent before him, and his heart became proud and arrogant. He collected a very strong army and conquered provinces, nations, and rulers, and they became his tributaries. But after all this he took to his bed, realizing that he was going to die. He therefore summoned his officers, the nobles, who had been brought up with him from his youth, to divide his kingdom among them while he was still alive. Alexander had reigned 12 years when he died. So his officers took over his kingdom, each in his own territory. And after his death they all put on royal crowns, and so did their sons after them for many years, causing much distress over the earth. There sprang from these a sinful offshoot,
Antiochus Epiphanes, son of King Antiochus, once a hostage at Rome. He became king in the year 137 of the kingdom of the Greeks. In those days there appeared in Israel men who were breakers of the law, and they seduced many people, saying, "Let us go and make an alliance with the Gentiles all around us, since we separated from them many evils have come upon us." The proposal was agreeable. Some from among the people promptly went to the king, and he authorized them to introduce the way of living of the Gentiles. Thereupon they built a gymnasium in Jerusalem according to the Gentile custom. They covered over the mark of their circumcision, and abandoned the holy covenant. They allied themselves with the Gentiles, and sold themselves to wrongdoing. When his kingdom seemed secure, Antiochus proposed to become king of Egypt, so as to rule over both kingdoms. He invaded Egypt with a strong force, with chariots and elephants, and with a large fleet, to make war on Ptolemy, king of Egypt. Ptolemy was frightened at his presence, and fled, leaving many casualties. The fortified cities in the land of Egypt were captured, and Antiochus plundered the land of Egypt. After Antiochus had defeated Egypt in the year 143, he returned and went up to Israel and to Jerusalem with a strong force. He insolently invaded the sanctuary, and took away the golden altar, the lampstand for the light with all its fixtures, the offering table, the cups and the bowls, the golden censers, the curtain, the crowns, and the golden ornament on the facade of the temple. He stripped off everything, and took away the gold and silver and the precious vessels. He also took all the hidden treasures he could find. Taking all this, he went back to his own country, after he had spoken with great arrogance and shed much blood. And there was great mourning for Israel in every place where they dwelt, and the rulers and the elders groaned. Virgins and young men languished, and the beauty of the women was disfigured. Every bridegroom took up lamentation. She who sat in the bridal chamber mourned, and the land was shaken on account of its inhabitants, and all the house of Jacob was covered with shame. 2 years later the king sent the Mysian commander to the cities of Judah, and he came to Jerusalem with a strong force. He spoke to them deceitfully in peaceful terms, and won their trust. Then he attacked the city suddenly, in a great onslaught, and destroyed many of the people in Israel. He plundered the city, and set fire to it, demolished its houses and its surrounding walls, took captive the women and children, and seized the cattle. Then they built up the city of David with a high, massive wall, and strong towers, and it became their citadel. There they installed a sinful race, perverse men who fortified themselves inside it, storing up weapons and provisions, and depositing there the plunder they had collected from Jerusalem, and they became a great threat. The citadel became an ambush against the sanctuary, and a wicked adversary to Israel at all times. And they shed innocent blood around the sanctuary. They defiled the sanctuary. Because of them the inhabitants of Jerusalem fled away, and she became the abode of strangers. She became a stranger to her own offspring, and her children forsook her. Her sanctuary was as desolate as a wilderness. Her feasts were turned into mourning, her Sabbaths to shame, her honor to contempt. Her dishonor was as great as her glory had been, and her exaltation was turned into mourning. Then the king wrote to his whole kingdom that all should be one people, each abandoning his particular customs. All the Gentiles conformed to the command of the king, and many Israelites were in favor of his religion. They sacrificed to idols, and profaned the Sabbath. The king sent messengers with letters to Jerusalem and to the cities of Judah, ordering them to follow customs foreign to their land, to prohibit holocausts, sacrifices, and libations in the sanctuary, to profane the Sabbaths and feast days, to desecrate the sanctuary and the sacred ministers, to build pagan altars and temples and shrines, to sacrifice swine and unclean animals, to leave their sons uncircumcised, and to let themselves be defiled with every kind of impurity and abomination, so that they might forget the law and change all their observances. Whoever refused to act according to the command of the king should be put to death. Such were the orders he published throughout his kingdom.
He appointed inspectors over all the people, and he ordered the cities of Judah to offer sacrifices, each city in turn. Many of the people, those who abandoned the law, joined them and committed evil in the land. Israel was driven into hiding wherever places of refuge could be found. On the 15th day of the month Chislev, in the year 145, the king erected the horrible abomination upon the altar of holocausts, and in the surrounding cities of Judah they built pagan altars. They also burnt incense at the doors of houses and in the streets. Any scrolls of the law which they found they tore up and burnt. Whoever was found with a scroll of the covenant and whoever observed the law was condemned to death by royal decree. So they used their power against Israel, against those who were caught each month in the cities. On the 25th day of each month they sacrificed on the altar erected over the altar of holocausts. Women who had had their children circumcised were put to death, in keeping with the decree, with the babies hung from their necks. Their families also and those who had circumcised them were killed. But many in Israel were determined and resolved in their hearts not to eat anything unclean. They preferred to die rather than to be defiled with unclean food or to profane the holy covenant. And they did die. Terrible affliction was upon Israel. Chapter 2. In those days Mattathias, son of John, son of Simeon, a priest of the family of Joarib, left Jerusalem and settled in Modian. He had 5 sons, John, who was called Gaddai, Simon, who was called Thasai, Judas, who was called Maccabeus, Eleazar, who was called Avaran, and Jonathan, who was called Ephas. When he saw the sacrileges that were being committed in Judah and in Jerusalem, he said, Woe is me! Why was I born to see the ruin of my people and the ruin of the holy city, and to sit idle while it is given into the hands of enemies, and the sanctuary into the hands of strangers? Her temple has become like a man disgraced. Her glorious ornaments have been carried off as spoils. Her infants have been murdered in her streets, her young men by the sword of the enemy. What nation has not taken its share of her realm, and laid its hand on her possessions? All her adornment has been taken away. From being free she has become a slave. We see our sanctuary and our beauty and our glory laid waste, and the Gentiles have defiled them. Why are we still alive? Then Mattathias and his sons tore their garments, put on sackcloth, and mourned bitterly. The officers of the king in charge of enforcing the apostasy came to the city of Modian to organize the sacrifices. Many of Israel joined them, but Mattathias and his sons gathered in a group apart. Then the officers of the king addressed Mattathias. You are a leader, an honorable and great man in this city, supported by sons and kinsmen. Come now, be the first to obey the king's command, as all the Gentiles and the men of Judah and those who are left in Jerusalem have done. Then you and your son shall be numbered among the king's friends, and shall be enriched with silver and gold and many gifts. But Mattathias answered in a loud voice, Although all the Gentiles in the king's realm obey him, so that each forsakes the religion of his fathers, and consents to the king's orders, yet I and my sons and my kinsmen will keep to the covenant of our fathers. God forbid that we should forsake the law and the commandments. We will not obey the words of the king, nor depart from our religion in the slightest degree. As he finished saying these words, a certain Jew came forward in the sight of all to offer sacrifice on the altar in Modian, according to the king's order. When Mattathias saw him, he was filled with zeal. His heart was moved, and his just fury was aroused. He sprang forward and killed him upon the altar. At the same time he also killed the messenger of the king who was forcing them to sacrifice, and he tore down the altar. Thus he showed his zeal for the law, just as Phinehas did with Zimri, son of Salu. Then Mattathias went through the city, shouting, Let everyone who is zealous for the law and who stands by the covenant follow after me. Thereupon he fled to the mountains with his sons, leaving behind in the city all their possessions.
Many who sought to live according to righteousness and religious custom went out into the desert to settle there, they and their sons, their wives, and their cattle, because misfortunes pressed so hard on them. It was reported to the officers and soldiers of the king who were in the city of David in Jerusalem that certain men who had flouted the king's order had gone out to the hiding places in the desert. Many hurried out after them, and having caught up with them, camped opposite and prepared to attack them on the Sabbath. "Enough of this," the pursuers said to them. "Come out and obey the king's command, and your lives will be spared." But they replied, "We will not come out, nor will we obey the king's command to profane the Sabbath." Then the enemy attacked them at once, but they did not retaliate. They neither threw stones nor blocked up their own hiding places. They said, "Let us all die without reproach. Heaven and earth are our witnesses that you destroy us unjustly." So the officers and soldiers attacked them on the Sabbath, and they died with their wives, their children, and their cattle, to the number of 1,000 persons. When Mattathias and his friends heard of it, they mourned deeply for them. "If we all do as our kinsmen have done," they said to one another, "and do not fight against the Gentiles for our lives and our traditions, they will soon destroy us from the earth." On that day they came to this decision: "Let us fight against anyone who attacks us on the Sabbath, so that we may not all die as our kinsmen died in the hiding places." Then they were joined by a group of Hasidians, valiant Israelites, all of them devout followers of the law. And all those who were fleeing from the disaster joined them and supported them. They gathered an army and struck down sinners in their anger and lawbreakers in their wrath, and the survivors fled to the Gentiles for safety. Mattathias and his friends went about and tore down the pagan altars. They also forcibly circumcised any uncircumcised boys whom they found in the territory of Israel. They put to flight the arrogant, and the work prospered in their hands. They saved the law from the hands of the Gentiles and of the kings, and did not let the sinner triumph. When the time came for Mattathias to die, he said to his sons, "Arrogance and scorn have now grown strong. It is a time of disaster and violent anger. Therefore, my sons, be zealous for the law, and give your lives for the covenant of our fathers. Remember the deeds that our fathers did in their times, and you shall win great glory and an everlasting name. Was not Abraham found faithful in trial? And it was reputed to him as uprightness. Joseph, when in distress, kept the commandment, and he became master of Egypt. Phinehas, our father, for his burning zeal, received the covenant of an everlasting priesthood. Joshua, for executing his commission, became a judge in Israel. Caleb, for bearing witness before the assembly, received an inheritance in the land. David, for his piety, received as a heritage a throne of everlasting royalty. Elijah, for his burning zeal for the law, was taken up to heaven. Hananiah, Azariah, and Mishael, for their faith, were saved from the fire. Daniel, for his innocence, was delivered from the jaws of lions. And so consider this from generation to generation, that none who hope in him shall fail in strength. Do not fear the words of a sinful man, for his glory ends in corruption and worms. Today he is exalted, and tomorrow he is not to be found, because he has returned to his dust, and his schemes have perished. Children, be courageous and strong in keeping the law, for by it you shall be glorified. Here is your brother Simeon, who I know is a wise man. Listen to him always, and he will be a father to you. And Judas Maccabeus, a warrior from his youth, shall be the leader of your army, and direct the war against the nations. You shall also gather about you all who observe the law, and you shall avenge the wrongs of your people. Pay back the Gentiles what they deserve, and observe the precepts of the law." Then he blessed them, and he was united with his fathers. He died in the year 146, and was buried in the tombs of his fathers in Modian, and all Israel mourned him greatly. Chapter 3. Then his son Judas, who was called Maccabeus, took his place,
All his brothers and all who had joined his father supported him, and they carried on Israel's war joyfully. He spread abroad the glory of his people, and put on his breastplate like a giant. He armed himself with weapons of war, he planned battles, and protected the camp with his sword. In his actions he was like a young lion roaring for prey. He pursued the wicked, hunting them out, and those who troubled his people he destroyed by fire. The lawbreakers were cowed by fear of him, and all evildoers were dismayed. By his hand redemption was happily achieved, and he afflicted many kings. He made Jacob glad by his deeds, and his memory is blessed forever. He went about the cities of Judah, destroying the impious there. He turned away wrath from Israel, and was renowned to the ends of the earth. He gathered together those who were perishing. Then Apollonius gathered the Gentiles together with a large army from Samaria to fight against Israel. When Judas learned of it, he went out to meet him, and defeated and killed him. Many fell wounded, and the rest fled. Their possessions were seized, and the sword of Apollonius was taken by Judas, who fought with it the rest of his life. But Seron, commander of the Syrian army, heard that Judas had gathered many about him, an assembly of faithful men ready for war. So he said, I will make a name for myself and win glory in the kingdom by defeating Judas and his followers, who have despised the king's command. And again a large company of renegades advanced with him to help him take revenge on the Israelites. When he reached the ascent of Beth-horon, Judas went out to meet him with a few men. But when they saw the army coming against them, they said to Judas, How can we, few as we are, fight such a mighty host as this? Besides, we are weak today from fasting. But Judas said, It is easy for many to be overcome by a few. In the sight of heaven there is no difference between deliverance by many or by few. For victory in war does not depend upon the size of the army, but on strength that comes from heaven. With great presumption and lawlessness they come against us to destroy us and our wives and children, and to despoil us. But we are fighting for our lives and our laws. He himself will crush them before us, so do not be afraid of them. When he finished speaking, he rushed suddenly upon Seron and his army, who were crushed before him. He pursued Seron down the descent of Beth-horon into the plain. About 800 of their men fell, and the rest fled to the country of the Philistines. Then Judas and his brothers began to be feared, and dread fell upon the Gentiles about them. His fame reached the king, and all the Gentiles talked about the battles of Judas. When Antiochus heard about these events, he was angry. So he ordered a muster of all the forces of his kingdom, a very strong army. He opened his treasure chests, gave his soldiers a year's pay, and commanded them to be prepared for anything. He then found that this exhausted the money in his treasury. Moreover, the income from the province was small because of the dissension and distress he had brought upon the land by abolishing the laws which had been in effect from of old. He feared that, as had happened more than once, he would not have enough for his expenses and for the gifts that he had previously given with a more liberal hand than the preceding kings. Greatly perplexed, he decided to go to Persia and levy tribute on those provinces, and so raise a large sum of money. He left Lysias, a nobleman of royal blood, in charge of the king's affairs from the Euphrates River to the frontier of Egypt, and commissioned him to take care of his son Antiochus until his own return. He entrusted to him half of the army and the elephants, and gave him instructions concerning everything he wanted done. As for the inhabitants of Judea and Jerusalem, Lysias was to send an army against them to crush and destroy the power of Israel and the remnant of Jerusalem, and efface their memory from the land. He was to settle foreigners in all their territory, and distribute their land by lot. The king took the remaining half of the army and set out from Antioch, his capital, in the year 147. He crossed the Euphrates River and advanced inland. Lysias chose Ptolemy, son of Doramenes, and Nicanor, and Gorgias, capable men among the king's friends, and with them he sent 40,000 men and 7,000 cavalry to invade the land of Judah and ravage it according to the king's orders.
setting out with all their forces, they came and pitched their camp near Emmaus in the plain. When the merchants of the country heard of their fame, they came to the camp, bringing fetters and a large sum of silver and gold to buy the Israelites as slaves. A force from Idumea and from Philistia joined with them. Judas and his brothers saw that the situation had become critical now that armies were encamped within their territory. They knew of the orders which the king had given to destroy and utterly wipe out the people. So they said to one another, "Let us restore our people from their ruined estate and fight for our people and our sanctuary." The assembly gathered together to prepare for battle and to pray and implore mercy and compassion. Jerusalem was uninhabited, like a desert. Not one of her children entered or came out. The sanctuary was trampled on, and foreigners were in the citadel. It was a habitation of Gentiles. Joy had disappeared from Jacob, and the flute and the harp were silent. Thus they assembled and went to Mizpah near Jerusalem, because there was formerly at Mizpah a place of prayer for Israel. That day they fasted and wore sackcloth. They sprinkled ashes on their heads and tore their clothes. They unrolled the scroll of the law to learn about the things for which the Gentiles consulted the images of their idols. They brought with them the priestly vestments, the first fruits, and the tithes. And they brought forward the Nazarites who had completed the time of their vows. And they cried aloud to heaven, "What shall we do with these men, and where shall we take them? For your sanctuary has been trampled on and profaned, and your priests are in mourning and humiliation. Now the Gentiles are gathered together against us to destroy us. You know what they plot against us. How shall we be able to resist them unless you help us?" Then they blew the trumpets and cried out loudly. After this Judas appointed officers among the people, over thousands, over hundreds, over 50s, and over 10s. He proclaimed that those who were building houses, or were just married, or were planting vineyards, and those who were afraid, could each return to his home according to the law. Then the army moved off, and they camped to the south of Emmaus. Judas said, "Arm yourselves and be brave. In the morning be ready to fight these Gentiles who have assembled against us to destroy us and our sanctuary. It is better for us to die in battle than to witness the ruin of our nation and our sanctuary. Whatever heaven wills, he will do."